ഉരുൾപൊട്ടലിൽ ഒറ്റ രാത്രി കൊണ്ടില്ലാതായ ആ ഗ്രാമങ്ങളിൽ നഷ്ടം മനുഷ്യർക്ക് മാത്രമാണോ? ദുരന്തമുണ്ടായി ഇത്രയും ദിവസവും പ്രിയപ്പെട്ടയാളെ തേടി ദുരന്തഭൂമിയിൽ അലഞ്ഞ ഒരു നായയുണ്ട്. ക്ഷീണവും മരവിപ്പും മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിട്ടും അത് തിരച്ചിൽ തുടർന്നു. ഒടുവിൽ ആ മണ്ണുവിട്ട് മടങ്ങേണ്ടി വന്നു. രക്ഷാപ്രവർത്തകരുടെ തിരച്ചിൽ ആരംഭിക്കുന്നത് 7 മണിയോടെ. എന്നാൽ അതിനു മുൻപേ ദുരന്തഭൂമിയിലുണ്ടായിരുന്ന ഒരാൾ, ഒരമ്മ. ഉരുൾപൊട്ടലുണ്ടായ അന്നു മുതൽ ഇന്നലെ വരെ ഈ അമ്മ അലഞ്ഞു. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ചിലപ്പോഴൊക്കെ ചൂരൽമലയിലും കണ്ടു. ഉരുളുപൊട്ടിയ മലയുടെ തൊട്ട് താഴെ പുഞ്ചിരിമട്ടത്തായിരുന്നു അമ്മയും കുഞ്ഞും. കുത്തിയൊഴുകിയ മഹാദുരന്തത്തിൽ കുഞ്ഞിനെ കാണാതായി. അന്നു മുതൽ രക്ഷാപ്രവർത്തകർക്കൊപ്പം തിരച്ചിലിലാണ്. അതെ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ ശരിക്കും ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു കുഞ്ഞുങ്ങളുണ്ടോന്ന്. പക്ഷെ കുഞ്ഞുങ്ങളെ നിലവിൽ എവിടെയും കണ്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത്രയും ആൾക്കാർ തെരഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞുങ്ങളെ കണ്ട എവിടെയും നമ്മൾ അറിയേണ്ടതാണല്ലോ. അപ്പൊ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഷെൽട്ടറിലേക്ക് മാറ്റാം എന്നുള്ള രീതിയിലാണ് ഇപ്പം. മണ്ണിൽ മണം പിടിച്ചലച്ചിൽ. മറ്റേതെങ്കിലും നായയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നാൽ പ്രതീക്ഷയോടെ നോക്കും. നിരാശ. പിന്നെയും തിരച്ചിൽ. ഒടുവിൽ തളർന്നിരിക്കും. തീരാ ദുഃഖമറിയാവുന്നവർ എന്തെങ്കിലും തിന്നാൻ കൊടുത്താലും കഴിച്ചിരുന്നില്ല. വിദൂരതയിലേക്ക് നോക്കി കലങ്ങിയ കണ്ണുമായി ഇരിപ്പാണ്. ഹൃദയത്തിൽ വേദനയുടെ ഉരുൾപൊട്ടുമ്പോഴൊക്കെ സർവനാശം വിതച്ച മലയെ നോക്കി ഉറക്കെ കുരയ്ക്കും. പിന്നീട് പ്രതീക്ഷയേറ്റ് മുറുമുറുക്കും. ഒടുവിൽ നിസ്സഹായതയുടെ കയത്തിലേക്ക് അവൾക്കും മടങ്ങേണ്ടി വന്നു. എന്റെയോ അല്ലെങ്കിൽ ഇവരുടെ സംരക്ഷണമോ വയനാട്ടിൽ തന്നെ നിലവിൽ ഉണ്ടാവും. അപ്പം നമ്മള് സംഘടന മുഖേന നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അഡോപ്ഷൻ എടുക്കാൻ വേണ്ടി ആരെങ്കിലും. അപ്പൊ അവർക്ക് നമ്മളിത് അഡോപ്റ്റ് ചെയ്യും. ഇനിയിപ്പോ അതല്ല, ക്യാമ്പിൽ ഇവരുടെ ആരെങ്കിലും ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ നമ്മളെന്തായാലും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടാവും. അങ്ങനെ ഈ ദുരന്തഭൂമിയിൽ നിന്ന് ഇവളും മടങ്ങുകയാണ്. പ്രിയപ്പെട്ട ഒരാളെ തിരഞ്ഞു മനസ്സുമടുത്താണ് ഈ മടക്കം. എത്രയെത്ര ദുരിതക്കാഴ്ചകളാണ് ഈ ദുരന്തഭൂമിയിലുള്ളത്. ക്യാമറാമാൻ അഭിലാഷ് തുഴങ്കോടിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 വയനാട്.